ഹായ് മക്കളെ, അപ്പൊ എല്ലാവർക്കും മെച്ചുപോട്ടിന്റെ പുതിയൊരു ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ? വളരെ ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോവാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ്, താപം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ നമ്മൾ ഒറ്റയടിക്ക് നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റിലൂടെയൊക്കെ, പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെയൊക്കെ സാർ പോവും. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ കാര്യത്തിൽ പോവാം. നമുക്കറിയാം, ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ് അല്ലെങ്കിൽ താപം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ്? ഹീറ്റ് അഥവാ താപത്തിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ നമുക്കറിയാം, ഒരു സോളിഡിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഖരത്തിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് ലിക്വിഡ് ആവും അഥവാ ദ്രാവകമായിട്ട് മാറും. ഇനി ആ ലിക്വിഡ്സ് അല്ലെങ്കിൽ ദ്രാവകത്തിനെ നമ്മൾ എന്താക്കിയാൽ, വീണ്ടും നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഗ്യാസ് അല്ലെങ്കിൽ വാതകമായിട്ട് മാറും. ശരിയല്ലേ? അപ്പൊ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റാൻ ആരെ കൊണ്ട് പറ്റുന്നുണ്ട്? ഹീറ്റ് അഥവാ താപത്തിനെ കൊണ്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ്, ഖരത്തിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് മാറാം? ദ്രാവകത്തിലേക്ക് മാറാം. ദ്രാവകത്തിൽ നിന്ന് അതിനെ വാതകത്തിലേക്ക് മാറ്റാൻ പറ്റും. ഏതുകൊണ്ട്? ഹീറ്റ് അഥവാ താപം കൊണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമതായിട്ട്, അങ്ങനെ നമ്മൾ ഹീറ്റിനെ പറ്റിയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പിന്നെ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഹീറ്റിന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഹീറ്റിന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ താപപ്രേഷണം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഹീറ്റിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതായത് ഇപ്പോ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് ജമ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂ? ഈ ഇവിടുന്ന് അങ്ങോട്ട് ചാടും അല്ലെ? നോക്കൂ, ഹീറ്റ് ഇവിടെ ഉണ്ട്. ഇവിടുന്ന് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂ? വേറൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ താപപ്രേഷണം എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് ഒരുപാട് സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത് സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. അഥവാ ഖരത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, ദ്രാവകത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, വാതകത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കടന്നു പോകുന്ന ആളുകളെ ബേസ് ചെയ്തിട്ട് അതിനെ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതായത് ഞാൻ പറഞ്ഞു, താപം കടന്നു പോകുന്നത് വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെയാണ്. വ്യത്യസ്തമായ സ്ഥലത്തു കൂടി ആകുന്നതുകൊണ്ട് അതിന് മൂന്ന് പേരിലാണ് നമ്മൾ പറയുന്നത്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അഥവാ ചാലനം, സംവഹനം, വികിരണം. ഇങ്ങനെ മൂന്ന് പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് ഒരു കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. സോളിഡിലൂടെ അഥവാ ഖരപദാർത്ഥങ്ങളിലൂടെ ഹീറ്റ് സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ. ഖരപദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയാം, അഥവാ സോളിഡിലൂടെ സഞ്ചരിക്കുന്നത്. ക്ലിയർ? ഇനി സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ലിക്വിഡ്സിലൂടെയോ അല്ലെങ്കിൽ ദ്രാവകത്തിലൂടെയോ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? കൺവെക്ഷൻ എന്ന് പറയാം. വെള്ളത്തിലൂടെയും പോവും, അതേപോലെ തന്നെ മാത്രമല്ല ഇനിയും പോകുന്നുണ്ട്. അതായത് ഒരാളുകൂടി ഉണ്ട്, ഗ്യാസിലൂടെയോ അല്ലെങ്കിൽ വാതകത്തിലൂടെയോ സഞ്ചരിക്കാം. മനസ്സിലാക്കണേ. അപ്പൊ സോളിലൂടെ അല്ലെങ്കിൽ ഖരത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ കണ്ടക്ഷൻ എന്ന് പറയും. ലിക്വിഡ്സിലൂടെയും ഗ്യാസിലൂടെയോ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അതിന് ഒറ്റ പേരുള്ളൂ, രണ്ടാക്കൂടി ഒറ്റ പേരുള്ളൂ, കൺവെക്ഷൻ. അഥവാ ദ്രാവകത്തിലൂടെയോ വാതകത്തിലൂടെയോ സഞ്ചരിക്കുന്നതിനാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അന്നപ്പോ എന്താ സാറേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ആരാള്? റേഡിയേഷൻ എന്നൊരാളുണ്ടോ? റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക ഒരു പദാർത്ഥത്തിന്റെയും അല്ലെങ്കിൽ ഒരു മീഡിയത്തിന്റെയും ആവശ്യമില്ലാതെ, വിത്തൗട്ട് എനി മീഡിയം, അതിന് സോളിഡ് ആവശ്യമില്ല, ലിക്വിഡ് ആവശ്യമില്ല, ഗ്യാസ് ആവശ്യമില്ല, ഖരം ആവശ്യമില്ല, ദ്രാവക ആവശ്യമില്ല, വാതക ആവശ്യമില്ല, വിത്തൗട്ട് എനി മീഡിയം, ഒരാളുടെയും സഹായമില്ലാതെ സഞ്ചരിക്കുകയാണെങ്കിൽ വിത്തൗട്ട് എനി മീഡിയം, മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ സഞ്ചരിക്കുകയാണെങ്കിൽ, ആവശ്യമില്ലാതെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വികിരണം. കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പോയിന്റുകളൊക്കെ മക്കൾ പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അതായത് സോളിലൂടെ, ലിക്വിഡിലൂടെ, ഗ്യാസിലൂടെ അതിന് പറയുന്ന പേര്. സോളിലൂടെ ആണെങ്കിൽ എന്താണ് വിളിക്കുക? കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം എന്ന് വിളിക്കും. ലിക്വിഡ്, ഗ്യാസ്, ദ്രാവകം അല്ലെങ്കിൽ വാതകമാണെങ്കിൽ കൺവെക്ഷൻ. ഇനി ഒരാളെ സഹായം ഇല്ലെങ്കിൽ അതിന് റേഡിയേഷൻ എന്ന് പറയുന്നു. ഇതാണ് ആദ്യ ഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, റെഡി. രണ്ടാമതായിട്ട് വരുന്നു തേർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. തെർമൽ എക്സ്പാൻഷന് മുമ്പേ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നമുക്കറിയാം ഹീറ്റ് കടത്തി വിടുന്നവരും ഉണ്ട്, കടത്തി വിടാത്തവരും ഉണ്ട്. അപ്പൊ കടത്തി വിടുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്
കടത്തിവിടുന്നവരെ പേരെ വിളിക്കുന്ന പേരാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുക. എന്ത് കണ്ടക്ടേഴ്സ്? ഗുഡ് കണ്ടക്ടേഴ്സ് അല്ലെ? ഗുഡ് കണ്ടക്ടേഴ്സ്. നമ്മളെ ബസ്സിലൊക്കെ കണ്ടക്ടർമാരുണ്ടാവും അല്ലെ? നമ്മളിങ്ങനെ എന്താണ് ST ഒക്കെ കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ കയറ്റിവിടും. മോളെ കയറി അവരെ നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. ചില ആളുകളുണ്ടാവും ബസ് കയറ്റി വിടൂല അല്ലെ, അവിടെ വയ്ക്കാന്ന് അറിയും. അങ്ങനെയുള്ളവരെ നമ്മൾ പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറയും. കടത്തി വിടാത്തവരെ കേട്ടോ, പുവർ കണ്ടക്ടേഴ്സ്. അപ്പൊ ഹീറ്റ് കടത്തി വിടുന്നവരെ നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു, കടത്തി വിടാത്തവരെ പുവർ കണ്ടക്ടേഴ്സ്. മലയാളത്തിലാണെങ്കിൽ സുചാലകങ്ങൾ എന്ന് പറയുന്നു കേട്ടോ. എന്താ വിളിക്കാം? അതായത് താപം കടത്തിവിടുന്ന ആളുകളെ സുചാലകങ്ങൾ എന്ന് പറയുന്നു. സുചാലകം. ഇനി കടത്തിവിടാത്തവരെ കുചാലകം എന്ന് പറയുന്നു. കുചാലകം കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് മക്കൾ ഓർത്ത് വെക്കുക. കടത്തി വിടുന്നവരുണ്ട്, കടത്തി വിടാത്തവരുണ്ട്. എക്സാമ്പിൾ നമുക്കറിയാം. അതായത് ഇരുമ്പ്, ചെമ്പ്, അലൂമിനിയം ഇങ്ങനെയുള്ള ചങ്ങായിമാരൊക്കെ സുചാലകങ്ങളാണ് അല്ലെ, കടത്തി വിടുന്നവരാണ്. കടത്തി വിടാത്ത ആരൊക്കെയാ? പ്ലാസ്റ്റിക് ഉണ്ട്, റബ്ബർ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, അങ്ങനെയുള്ള ചങ്ങായിമാരൊക്കെ. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, താപീയ വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനത്തിനെ ചൂടാക്കുന്ന സമയത്ത് അത് വികസിക്കാനുള്ള കാരണമാണ്, അല്ലെങ്കിൽ അത് വികസിച്ച് വരുന്നു. ഈ ഒറ്റ ഡയലോഗ് മാത്രം ഓർത്താൽ മതി കേട്ടോ. അതായത് താപീയ വികാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സാധനത്തിനെ ചൂടാക്കി കഴിഞ്ഞാൽ, ഹീറ്റ് ചെയ്താൽ അതെന്ത് ചെയ്യുന്നു മക്കളെ? അഥവാ ചൂടാക്കിയാൽ അതെന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ് പറയാ. എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വികസിക്കുക. ഒരു സാധനം ചൂടാക്കി കഴിഞ്ഞാൽ അങ്ങനെ വീർത്ത് വരും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തേർമൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ എന്തൊക്കെ പഠിച്ച്? സുജാലകങ്ങൾ അല്ലെങ്കിൽ ഗുഡ് കണ്ടക്ടേഴ്സ് പഠിച്ച്, കുജാലകങ്ങൾ അല്ലെങ്കിൽ പുവർ കണ്ടക്ടേഴ്സ് പഠിച്ച്, അതിന്റെ എക്സാമ്പിളും പഠിച്ചേക്കാം. അതേപോലെ തന്നെ തെർമൽ എക്സ്പാൻഷൻ എന്താണെന്ന് മനസ്സിലായി. ഒന്നുമില്ല, ഒരു സാധനത്തിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു മക്കളെ? എക്സ്പാൻഡ് ചെയ്യുന്നു അഥവാ വികസിക്കുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ച്, ഇനി വേറൊരു കാര്യമുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മേലോട്ട് ഇങ്ങനെ കനം കുറഞ്ഞ് മേലോട്ട് ഇങ്ങനെ പോകും കേട്ടോ. ഈ സാധനം അതായത് ചൂടായി കഴിഞ്ഞാൽ ഈ എയറൊക്കെ പ്രത്യേകിച്ച് ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ വീർത്ത് മേലോട്ട് ഇങ്ങനെ പോവും കേട്ടോ. ഇതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. നമ്മൾ സാധനത്തിന് ചൂടാക്കി കഴിയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുന്ന തന്നെ ശരിക്കും അങ്ങനെ മേലോട്ട് പോകല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് നമ്മളെ എയർ എന്ന് വിചാരിക്കാം. ഇത് ചൂടായി കഴിഞ്ഞാൽ ഇങ്ങനെ വീർത്ത് ഇങ്ങനെ പോവും അല്ലെ, മേലോട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവും അല്ലെ. റെഡി? ഇനി അങ്ങനെയാണ് നമ്മൾ ഏത് ആശയത്തിലേക്ക് എത്തുന്നത്? സീ ബ്രീസ് അല്ലെങ്കിൽ ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിലേക്ക് എത്തുന്നത്. 2-3 പോയിന്റ്സുകളാണ് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്. സീ ബ്രീസ് എപ്പോൾ സംഭവിക്കുന്നു? സീ ബ്രീസ് സംഭവിക്കുന്നത് പകൽ സമയത്താണ് മക്കളെ. സീ ബ്രീസ് പകൽ സമയത്താണ് നടക്കുന്നത് അല്ലെ. കടൽക്കാറ്റ് പകൽ സമയത്താണ് ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കാര്യം, സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീ ബ്രീസ് അല്ലെങ്കിൽ കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ സീയിൽ നിന്നും ലാൻഡിലേക്ക് വീശുന്ന കാറ്റാണ് കേട്ടോ. അതായത് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റാണ്. കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? കടൽ കാറ്റ് കേട്ടോ. സീ ബ്രീസ് എന്നാൽ സീയിൽ നിന്നും ലാൻഡിലേക്ക്. ആ പേര് തന്നെ വ്യക്തമാണ് അല്ലെ. സീ ബ്രീസ് സീയിൽ നിന്നും ലാൻഡിലേക്ക്. കടൽ കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക്. എപ്പോഴാണ് മക്കളെ ഉണ്ടാകുക? പകൽ സമയത്താണ് സീ ബ്രീസ് ഉണ്ടാകുക, അല്ലെങ്കിൽ പകൽ സമയത്താണ് കടൽ കാറ്റ് ഉണ്ടാകുക. നമുക്കറിയാം. റെഡി? ഇതാണ്, ഇത്രയും പോയിന്റ്സുകളാണ് നിങ്ങൾ ഇതിന്റെ അകത്ത് പഠിക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ ഇതൊക്കെ ഓർക്കാനൊക്കെ ഇഷ്ടംമാതിരി വഴികളുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി വഴികളുണ്ട്. ഇപ്പൊ സീ അല്ലെ, സീ ബ്രീസ്, സീ ഇങ്ങനെ ഓർക്കാം. സീയുടെ സീ ബ്രീസ് ഡേ ടൈമിലാണ് ഉണ്ടാകുക. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, കടൽ കാറ്റ്, കടൽ പകൽ, കടൽ ആണോ, ഈലുണ്ടല്ലേ, കടൽ പകൽ. ഒരു എന്താണ്, ഒരു ഗുളുഗുളുണ്ടല്ലേ ഒരു തമ്മിൽ. നോക്കി നിങ്ങൾ, കടൽ പകൽ കേട്ടോ. അന്ന് ഓർക്കുക. സീയുടെ കടൽ പകൽ. ഓക്കെ, ആ കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. രണ്ടാമതായിട്ട് വരുന്നു ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ലാൻഡ് ബ്രീസ് എപ്പോഴാണ് ഉണ്ടാകുക അറിയോ? നൈറ്റ് ടൈമിലാണ് സുഹൃത്തുക്കളെ. നൈറ്റ് ടൈമിൽ കരക്കാറ്റ് എപ്പോഴാണ് ഉണ്ടാകുക? രാത്രി സമയത്താണ് ഉണ്ടാകുക. ഇനി മക്കൾ പറ, ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് അങ്ങോട്ടാ വീശുക? ലാൻഡിൽ നിന്നും സീയിലേക്ക്. നേരെ തിരിച്ചായിരുന്നു. സീയിൽ നിന്നും ലാൻഡിലേക്കാണെങ്കിൽ ഇവിടെ ലാൻഡിൽ നിന്നും സീയിലേക്കാണ്. സോ ലാൻഡ് ബ്രീസ്, ലാൻഡിൽ നിന്നും സീയിലേക്ക്. കരക്കാറ്റ് എന്ന് പറയുന്നത് കരയിൽ നിന്നും കടലിലേക്കാണ് സുഹൃത്തുക്കളെ. കടലിൽ നിന്നും കരയിലേക്കാണ്. കൃത്യമായിട്ട് ഓർത്തുക. ഇത് ഓർക്കാനുള്ള വഴികളുണ്ട്. എന്താണ്? ലാൻഡ് ബ്രീസ്. ഇതിൻ്റെ അകത്ത് N ഉണ്ടല്ലോ. N ഫോർ നൈറ്റ്. കരക്കാറ്റ് ഇതിൽ രാണ്ടല്ലോ. രാ ഫോർ രാത്രി. കണ്ടോ? ഇങ്ങനെയൊക്കെ ആരോ പറഞ്ഞുതരുമോ?
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ മനസ്സിലേക്ക് ചാടിക്കേടി മറഞ്ഞു വന്നിട്ടുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ലൈവ് ക്ലാസ് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ വരും എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങളെ കൂട്ടുകാരെയും വിളിച്ച് കൃത്യസമയത്ത് ലൈവ് ക്ലാസ്സിൽ എത്തുക, അടിച്ചു പൊളിക്കാം. ഈ വർഷത്തെ ബേസിക് സയൻസ് നമ്മൾ തൂക്കിയിരിക്കും, ഒരു സംശയമില്ല. വീണ്ടും കാണാം. ഗുഡ് ബൈ.